ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ ഭർത്താവിന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത്. ഓണത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൽ ആൾക്കൊരു പനി വരികയും അതിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിലെടുത്ത എക്സ്റേയിൽ ലങ്സിലൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് 3 പ്രാവശ്യം എക്സ്റേ എടുത്തിട്ടും അത് ആവർത്തിച്ച് കണ്ടപ്പോൾ അവർ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തപ്പോൾ ഒരു ട്യൂമറാണ്, 8 സെൻറ്റിമീറ്റർ ഉള്ളൊരു ട്യൂമറുണ്ട് ലങ്സിലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലങ്സിലെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞു. ബയോപ്സിക്ക് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്ന് അച്ഛനെ കാണണം എന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ ഞങ്ങൾ 2020 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ച് പോയിട്ടേ ഉള്ളൂ. അത് എൻ്റെ ഒരു രോഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടവക വികാരി പറഞ്ഞത് പ്രകാരം നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോവുക ചെയ്തത്. അപ്പം അതിനുശേഷം എനിക്ക് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ വരാനായിട്ട്, അപ്പോൾ ആൾ പറഞ്ഞു നീ പൊക്കോ, ഞാൻ ബസ് കയറുന്നിടത്ത് ആക്കി തരാം, ഉടമ്പടിയൊക്കെ എടുത്ത് പോരേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ടുള്ളൊരു മടി അന്ന് മുതലുണ്ടായിരുന്നു. അങ്ങനെ ഈ പനി വന്ന സമയത്ത്, ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടമ്പടി എടുക്കണതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 22-ാം തീയതി കഴിഞ്ഞ മാസം ഒക്ടോബർ 22-ാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും നവംബർ 1-ാം തീയതി അച്ഛനെ കണ്ട് ബയോപ്സിക്ക് മുന്നായിട്ട് അച്ഛനെ കണ്ടിട്ട് ബയോപ്സി എടുക്കാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ച് ഒരു ലോക്കറ്റ് കൊടുത്തു. ആ ലോക്കറ്റ് കൊന്തയിലിട്ട് ബയോപ്സി എടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം, അമ്മേ മാതാവേ നിന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങൾ മാറ്റണമെന്നും മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ബയോപ്സി റിസൾട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇത് സർജറി ചെയ്യണം, ഇത് എടുത്ത് കളയണം, ഇത് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ സംബന്ധിച്ച് ഭയങ്കര പേടിയാണ്. എല്ലാ ഓപ്പറേഷനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പ്രഷർ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ആൾ, 200 110 BP. ഒത്തിരി വർഷങ്ങളായിട്ട് ഒരു 21 വർഷമായിട്ട് BP മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 190 100 അതൊന്നും വിട്ടിട്ട് BP ഒരിക്കലും കുറയില്ല. ഒരു ECG ഒരിക്കലും ഒരു കറക്റ്റായിട്ട് കിട്ടാറില്ല. ECG എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ എക്കോ എടുക്കണമെന്ന് ആവശ്യപ്പെടും. എന്ന് വെച്ചാൽ ECGയിൽ എപ്പോഴും വേരിയേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടുന്ന് അച്ഛനെ കണ്ടു പോയതിന് ശേഷം ആൾക്ക് എവിടെ നിന്നോ പ്രത്യേക ഒരു ധൈര്യം, ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു മുഖഭാവമാണ് ആൾക്ക്. പിന്നെ ECG എടുക്കാനായിട്ടൊക്കെ നമ്മൾ നിർബന്ധിച്ച് അങ്ങോട്ട് കയറ്റി വിടണം, പക്ഷേ ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ളൊരു ECG ആൾക്ക് കിട്ടാറില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം ECG എടുത്ത് എക്കോ എടുത്ത് ഒന്നിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് സർജറിക്ക് അതിൻ്റെ ഫിറ്റ്നസ് വേണം. അതിന് ശേഷം അപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തേണ്ട ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു ടിഷ്യൂ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞ് മാതാവിന് നന്ദി പറഞ്ഞ് ഓപ്പറേഷന് പോയി. അങ്ങനെ ഈ നവംബർ 22-ാം തീയതി സർജറി കഴിഞ്ഞിപ്പോൾ 18 ദിവസമായിട്ടുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. അതിന് ശേഷം ബയോപ്സിക്ക് എടുത്തു. ആ റിസൾട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോരാനായിട്ട് നിൽക്കുമ്പോഴാണ് ബയോപ്സിയുടെ റിസൾട്ട് കിട്ടണത്. അതിൽ വീണ്ടും ഒരു ടെസ്റ്റിന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതിന് മുന്നേ ഓപ്പറേഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് ICUയിലേക്ക് ആക്കി അന്ന് വൈകുന്നേരം ആൾക്കൊരു ബ്ലീഡിങ് ഉണ്ടായിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1.5 ലിറ്റർ ബ്ലഡ് പോയിട്ടുണ്ട്, ഒന്നോടെ OTയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ICUയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, ഒന്നും വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. അവിടെ നിന്ന് പോന്ന് 1.5 മണിക്കൂർ ഡോക്ടർ തിരിച്ച് വന്നിട്ട് പറഞ്ഞു 1.5 മണിക്കൂർ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടും ഒരു തുള്ളി ബ്ലഡ് പോലും കണ്ടില്ല, ഒരു വെയിനിൽ നിന്ന് പോലും ഒരു തുള്ളി ബ്ലഡ് കണ്ടില്ല എന്ന് പറഞ്ഞു. അമ്മ മാതാവിൻ്റെ തൈലത്തിൻ്റെ ആ ശക്തി, മാതാവിൻ്റെ ഇടപെടലുമാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂർ അമല ഹോസ്പിറ്റലായിരുന്നു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വരാന്തയിൽ മുട്ടുകുത്തി നിന്ന് അവിടെ ചാപ്പലിൽ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 5ാമത്തെ രഹസ്യം ചൊല്ലുന്ന സമയമായിരുന്നു. ഞാൻ അവിടെ 2 കൈ വിരിച്ച ആ വരാന്തയിൽ മുട്ടുകുത്തി അമ്മ മാതാവ് ഇനി എൻ്റെ കയ്യിൽ ഞാനൊന്നും മാതാവിനോട് ആവശ്യപ്പെടുന്നില്ല, മാതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ മകനിൽ ചെയ്തോ, ഞാൻ ഒന്നും ഇനി ആവശ്യപ്പെടില്ല,
എന്നെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആളുടെ രോഗത്തിൻ്റെ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്നെ ഈ അൾത്താരയിൽ, നീ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം, കൃപ എനിക്ക് തരണമേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ 5ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വന്ന മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ലാസ്റ്റ് ബയോപ്സിയുടെ ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടില്ല. 14-ാം തീയതിയാണ് ആ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു 25-ാം തീയതി തിരുക്കുമാരൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം നീ തരണമേ മാതാവേ, കൃപ തരണമേ. ഇനി സാക്ഷ്യപ്പെടുത്താൻ ചേട്ടനെയും കൊണ്ടല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് മാതാവിനോട് തീർത്ത് പറഞ്ഞ് വാശി പിടിച്ച പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അങ്ങനെ 14-ാം തീയതി റിസൾട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ഇരുന്നു. ഈ റിസൾട്ട് മേടിച്ച് കിട്ടി. എനിക്കിത് ഞാൻ പറഞ്ഞു, ഡോക്ടർ അല്ലാണ്ട് ഞാനിത് തുറന്ന് നോക്കില്ല. ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർക്ക് റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എക്സ്റേ കണ്ടപ്പോൾ സന്തോഷമായി. ഒന്നുമില്ല, ഈ അസുഖത്തെ തുടർന്ന് ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. സാധാരണ കഴിക്കുന്ന മരുന്നുകൾ മാത്രം മതി. വേറെ ഇതേ തുടർന്ന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇനി ഇതിനെ തുടർന്നുള്ള ഒരു ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അടുത്ത മാസം ഒരു എക്സ്റേ എടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇതിനെ മറന്നു കളഞ്ഞേക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉടമ്പടി എങ്ങനെ കൃത്യമായി പാലിക്കാമെന്ന് മാത്രം, രോഗവും ബാക്കിയുള്ള സൗഖ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവ് വരുത്തുണ്ടോ എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഇവിടെ നിന്ന് ഈ സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രം ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഡോക്ടറെ അടുത്ത് പോകുന്നേട്ടി മുന്നേ ഞാൻ എൻ്റെ സാക്ഷ്യം എഴുതി ഞാൻ എൻ്റെ ബൈബിളിൽ ഞാൻ സൂക്ഷിച്ചു. എന്താണ് ഞാൻ ഇന്ന് പറയേണ്ട സാക്ഷ്യം? ഞാൻ 13-ാം തീയതി രാത്രി 10 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ സാക്ഷ്യം കേൾക്കും. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ടോക്ക് കേൾക്കും, എല്ലാ സാക്ഷ്യങ്ങളും. അപ്പം ഞാൻ രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ സാക്ഷ്യം ഒരിക്കൽ കേട്ടു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അവൾ പോണേട്ടി മുന്നേ സാക്ഷ്യം ഇത് അനുഭവം കിട്ടുന്നേട്ടി മുന്നേ അവൾ സാക്ഷ്യം എന്താ പറയണത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എഴുതി വെക്കാനായിട്ട്. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ 25-ാം തീയതിക്ക് മുന്നേ എന്നുള്ളൊരു ഡേറ്റാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാൻ അത് പ്രകാരം ഞാൻ ഈ തിങ്കളാഴ്ച ഇന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ബൈബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സാക്ഷ്യം അത് എന്താണ് പറയേണ്ടത് ഞാൻ അതിനകത്ത് എഴുതി വെച്ചു. ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ 11 ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിക്കാതെ ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്തു. ഞാൻ രാവിലെ 5:30 പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം ഹോസ്പിറ്റലിൽ ആ റൂമിലിരുന്ന് ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയാണെങ്കിലും ഞങ്ങളുടെ അടുത്തൊരു ആകാശപ്പുറം ആശ്രമമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് അധികമൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ കേസായിരുന്നു. കുറച്ച് ദിവസമാണ് ഞാൻ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ പൊതിച്ചോറുണ്ടാക്കി നമ്മുടെ ടൗണിൽ കൊണ്ടു കൊടുക്കുക, പത്രം മേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുക, വായിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം എനിക്ക് അറിയില്ലായിരുന്നു, ഓരോരുത്തർക്ക് കൊടുത്തിട്ട് പോന്നു. പിന്നെ വഴിയിലൊക്കെ കിടന്നു 2-3 പത്രം എനിക്ക് കിട്ടി. അതിനുശേഷം തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് 3 പത്രം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഞാൻ വേറെയുള്ള ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഞാൻ ഇനി ഇത് വായിക്കണം, കളയരുത് കേട്ടോ, വേണ്ടെങ്കിൽ തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തിട്ടുള്ളത്. ഈ റിസൾട്ട് മേടിക്കാനായിട്ട് പോകുന്ന ശനിയാഴ്ച രാവിലെ അച്ഛൻ്റെ 5:30 അനുഗ്രഹ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് മേടിക്കാൻ. എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നതാണ് ബയോപ്സി റിസൾട്ട്, രോഗസൗഖ്യമൊക്കെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ബയോപ്സി റിസൾട്ട് മേടിക്കാൻ പോകുന്നവർ സന്തോഷിച്ച് ഉല്ലസിച്ച് ആഹ്ലാദിച്ച് തിരിച്ചു വരും. അങ്ങനെ ഒരു ഭാഷയാണ് അച്ഛൻ പറഞ്ഞത്. രോഗസൗഖ്യം ഉണ്ടാകുക അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ സന്തോഷിച്ച് റിസൾട്ട് മേടിക്കുന്നവർ തിരിച്ചു വരും. അത് കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടി അത്രയും സമയം ഉണ്ടായിരുന്ന ഒരു സങ്കടം മാറി സമാധാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ റിസൾട്ട് മേടിക്കാനായിട്ട് പോയത്. പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു അനുഭവം എനിക്കുണ്ടായത്, എനിക്ക് ഭയങ്കരമായിട്ട് വിയർക്കുന്ന ഒരു സ്വഭാവം. ഒരു 4-5 വർഷമായിട്ട് ഞാനിങ്ങനെ എപ്പോഴും വേനലിലായാലും വർഷത്തിലായാലും ഇപ്പോൾ AC-യിലായാലും എങ്ങനെയായാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശരീരം വിയർത്ത് വരും. എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് തന്നെ, അടുത്ത് നിൽക്കുന്നവർക്ക് തന്നെ അസ്വസ്ഥത തോന്നാൻ പാകത്തിന് ഞാൻ തന്നെ വിചാരിക്കും എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കും. ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ വിയർപ്പിൻ്റെ ഇത് മാറിയത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് നീ ഒരു കാണിച്ചു തരണമേ, നീ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കണ്ണടച്ച് നീ എന്തിനാ കൂടുതൽ അനുഭവം നിനക്ക്, നീ നിൻ്റെ ശരീരത്ത് തന്നെ അല്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എപ്പോഴും ഒരു തണവ് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമേ ഇല്ല, ഒരു പുതപ്പ് ദേഹത്തിടാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ചുട്ടു നിറന്ന പോലെയായിരുന്നു. ഇപ്പം ഞാൻ അതിന് ശേഷം അങ്ങനത്തെ ഒരു വിയർപ്പ്, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അമ്മ മാതാവ് തന്ന പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഷെബി ദിലീപ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കർത്താവിൻ്റെ ഈ തിരുവെളുത്താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ കൃപാസന മാതാവ് വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരന് ഉണ്ടായ ലങ്സിൻ്റെ രോഗവും ഓപ്പറേഷനും അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാവുന്ന സാഹചര്യങ്ങളും ഓപ്പറേഷന് ശേഷമുണ്ടാവുന്ന ബ്ലീഡിങ്ങും, എന്നാൽ വീണ്ടും അത് സർജറിക്ക് വേണ്ടി കയറ്റുമ്പോൾ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ കാണപ്പെടുന്ന അവസ്ഥയും, ഓരോ തവണയും പരിശുദ്ധ കൃപാസന മാതാവിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന, ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സൗഖ്യവും സംരക്ഷണവും തേടി പ്രാർത്ഥിച്ചിരുന്ന മണിക്കൂറുകൾ, അമ്മയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ രോഗവിമുക്തിക്ക് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങൾ, ഡിസംബർ 25 മുമ്പ് സാക്ഷ്യപ്പെടുത്തുവാനാവും വിധം അത് സൗഖ്യമാക്കി തരണമേ എന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച കുടുംബത്തിൻ്റെ പ്രത്യേകത, അതോടൊപ്പം ഡെയിലി ബ്രെഡ് എന്ന അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ബയോപ്സിയിൽ യാതൊരു കുഴപ്പവുമില്ല, സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുമെന്ന സന്ദേശത്തെ കുടുംബത്തിനുള്ള സന്ദേശമായി എടുത്തുകൊണ്ട് പോയി ബയോപ്സി റിസൾട്ട് വാങ്ങുമ്പോൾ അത് പൂർണ്ണ സൗഖ്യം പ്രദാനം ചെയ്തതിൻ്റെ സന്തോഷം ഒക്കെ സഹോദരി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് സഹോദരി സംസാരിക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിച്ചു, പ്രാർത്ഥനകൾ നന്നായി തന്നെ നിലനിർത്തി മുന്നോട്ട് ജീവിതം കൊണ്ടുപോയി. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടി തൈലവും കാശ്രൂപവും ഉപ്പും ജീവിതത്തെ നന്നായി സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിലൂടെ ഇത് സൗഖ്യത്തിന്, സമാശ്വാസത്തിന്, ജീവിതത്തെ കൂടുതൽ ദൈവിക സംരക്ഷണത്തിന് സമർപ്പിക്കുന്നതിന് കാരണമാകുന്ന പ്രത്യാശയോടുകൂടി അത് മുന്നോട്ട് പോയി. അമ്മ മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ സമയത്തിനുമേൽ അധികാരമുള്ള അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ രീതി, അതോടൊപ്പം തന്നെ അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ രാവിലെ നൽകിയ സന്ദേശം, അത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ നൽകിയിരിക്കുന്ന ആ പരിശോധനയുടെ റിസൾട്ട് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ലഭിച്ച സന്ദേശമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അത് നേടുകയും അത് അനുഭവമായി തീരുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷം, ഇതെല്ലാം സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം സഹോദരിക്ക് ലഭിച്ച ആ ശാരീരികമായ വിയർപ്പിൻ്റെ വിഷയങ്ങളും ചൂടേൽക്കുമ്പോഴുള്ള പ്രയാസങ്ങളും അത് മാറിക്കിട്ടിയതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുനടയിലായിരിക്കുമ്പോൾ സംശയമില്ലാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളവളാണ്. അമ്മ മാതാവ് കണ്ണീര് കണ്ട് തിരുക്കുമാരനോട് കരം കൂപ്പി അനുഗ്രഹം നേടിത്തരുന്നവളാണ്. അമ്മ മാതാവ് ആപത്സന്ധികളിൽ രക്തം കണ്ടു തുടങ്ങുമ്പോഴാണ് വലിയ പ്രയാസത്തോടു കൂടി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ സഹോദരനെ കൊണ്ടുപോകുന്നത്. ആ ആപത്സന്ധികളിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി പരിഹാരമായി ആ ക്ലേശാവസ്ഥ മുഴുവനും മാറ്റിക്കൊടുക്കുന്നുണ്ട്. നമ്മളും ഉടമ്പടിയിലായിരിക്കുകയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശ്വാസമാണ് പ്രത്യാശയോടുകൂടി നമ്മളെ നയിക്കേണ്ടത്. ചേച്ചി ഇടയ്ക്കൊന്ന് പറയുന്നുണ്ട്, അമ്മ മാതാവിനോട് മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട്, എന്ത് തീരുമാനമാണെങ്കിലും അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന്. ആ ശരണപ്പെടലും സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉടമ്പടിയിൽ അനിവാര്യമായി ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ അമ്മ മാതാവ് അറിയാതെ, തിരുക്കുമാരൻ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന ഉറച്ച വിശ്വാസമാണ് സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഈ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.